വെൽക്കം ബാക്ക് ടു മൈസൂർ മലൂസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നെന്താന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം ഇന്ന് മാമിയുടെ ബർത്ത്ഡേ ആണ്. മാമിയും കുഞ്ഞോളും ഇപ്പം ഇവിടെ ഇല്ല, അവർ നാട്ടിൽ പോയിട്ടായുള്ളത്. അപ്പം നമ്മൾ മാമിയോട് പറഞ്ഞു ഇന്ന് വരൂലേ എന്നപ്പം ചോദിച്ചപ്പം പറഞ്ഞ് എന്തിനാ വരുന്നത്, നിങ്ങൾ സർപ്രൈസ് ഒന്നും തരുന്നില്ലല്ലോ എന്നല്ലാന്ന് പറഞ്ഞിനി. പക്ഷെ ഞങ്ങളിവിടെ ശരിക്കും ഒരു ചെറിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം മാമി ഉച്ചക്കത്തെ ബസ്സിനാന്ന് വരുക, നൈറ്റ് ആവും ഇവിടെ എത്താൻ. അപ്പൊക്കെ ഞങ്ങൾ എന്താ ഫുള്ള് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെക്കാന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ 5 മണിക്ക് ഞങ്ങൾ 5 മണിക്ക് തുടങ്ങും. ഓക്കെ, അതാ പറഞ്ഞത്, ഞാൻ 5 മണിക്ക് എത്തുന്നതാണ്. അപ്പോൾ 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനേ. അപ്പം അമ്പട് പറഞ്ഞു ഓൻ്റേതായിട്ട് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു മാമിക്ക്. അമ്പടൂന്. അപ്പോൾ ഓൻ പറഞ്ഞു ആർക്കും ഞാൻ പറഞ്ഞുതരൂല, എന്നാ കൊടുക്കുന്നതെന്ന്, എന്നാ കാണിക്കുന്നൊന്നും പറഞ്ഞുതരൂല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ കൂട്ടണം എന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞുകൊണ്ട് എന്നെ കൂട്ടുന്നുണ്ട് എന്നൊക്കെ സമ്മതിച്ചു. അപ്പം എന്താ ഗിഫ്റ്റ് ചെയ്യാൻ വിടൂ, എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാ പ്ലാൻ? പറഞ്ഞിരൂല, സീക്രട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും പറഞ്ഞിരൂല, നിങ്ങൾ ആ ടൈം കണ്ടാൽ മതി അല്ലേ? അതെ അതെ. ഇങ്ങോട്ട് വന്നിട്ട് പറ, അതിനില്ലേ താമസിച്ചോ? ഓക്കെ, താമസിക്കളല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാം ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്. ബൈ ഗൈസ്. ഗൈസ്, അപ്പോൾ അമ്പൂട്ട് സൈക്കിളിലാണ് പോകുന്നത്, ഞാൻ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ഫാൻസി സ്റ്റോറിലാണ് ഞങ്ങൾ ഗിഫ്റ്റ് എടുക്കാൻ പോയത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങി, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ശരിക്കും എന്താ ഇല്ലേന്ന് ഇവരിപ്പം കാണിച്ചെടുത്തില്ല. മാമി വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എനക്കറിയാം, പക്ഷേ നിങ്ങൾക്കാർക്കും പറഞ്ഞിട്ടില്ല നമ്മൾ അല്ലേ. നിങ്ങൾക്ക് ഗസ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഇടുക എന്നായിരിക്കും എന്ന്. മാമി കേക്കൊക്കെ കട്ട് ചെയ്ത് മാമിക്ക് ഇവൻ ഗിഫ്റ്റ് കൊടുത്ത ശേഷം മാമി എന്താണ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ എല്ലാവരും അറിയത്തുള്ളൂ അല്ലേ. ആരാ ജയിക്കാനാ? ഓ, കമന്റ് ഇട്ട് ആരെ ജയിക്കുവാന്ന്. ജയിക്കുന്ന ആൾക്ക് അമ്പുടൂൻ്റെ ആകെ സ്പെഷ്യലായിട്ട് വേറൊരു ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ എല്ലാവരും കമന്റ് ഇടുക, ശരി ഉത്തരം പറയുന്നവർക്ക് അമ്പുടൂൻ്റെ ആകെ ഗിഫ്റ്റ് അല്ലേ. അതെ അതെ. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ലാസ്റ്റ് ഇത് തന്നെയാണ് അവസ്ഥ. അമ്പുട എന്താ സംഭവിച്ചെന്ന് പറ. ഗൈസ്, ഞങ്ങൾ പ്ലാൻ തെച്ച് ഫ്ലോപ്പായി ഗൈസ്. ഇന്ന് ഡേറ്റ് 13-ാം തീയതി. ആക്ച്വലി മമ്മീൻ്റെ ബർത്ത്ഡേ ഉണ്ടായത് മിന്നാന്ന് 11-ാം തീയതിയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് വരുന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അന്ന് ബസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ അന്ന് വരാണ്ട് അവർ വന്നത് ഇന്നലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുൾ പ്ലാനെല്ലാം പോയി. ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇന്ന് മമ്മീൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ എന്നാൽ പിന്നെ ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നമ്മൾ ഇതുവരെയായിട്ട് മമ്മിയോട് പറഞ്ഞിട്ടൊന്നുമില്ല എന്താ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ഇന്ന് വല്ല പ്ലാൻ ഉണ്ടാക്കണം. ബിക്കോസ് മാമി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം പിന്നെ എല്ലാം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളെന്താ ഫസ്റ്റ് വിചാരിച്ചെന്ന് വെച്ചാൽ ഫുൾ സെറ്റാക്കി മാമി നൈറ്റ് വരുമ്പം മാമി എല്ലാം കാണുന്നു, ലൈക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ലക്കായോണ്ടേ എല്ലാം നല്ല കട്ടൊക്കെ ഫ്ലോപ്പായി ഗൈസ്. അപ്പം ഇന്ന് വല്ല പ്ലാൻ ഞങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചാ നിങ്ങൾക്ക് വല്ല പ്ലാനും ഉണ്ടാ? എന്താ പ്ലാൻ? പറയില്ല, പോടാടുന്ന് ഇവരൊന്നും ഇപ്പം പറയൂല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടറിയാം ഗൈസ്. ഓക്കെ, സെറ്റല്ലേ അമ്പടോ? അമ്പട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ ഗൈസ്. അതാണ് ഇപ്പോൾ യൂണിഫോം തന്നെയാണ്. അവൻ വന്നപാടെയാണ് അവനെ കൂട്ടി ടെറസിലേക്ക് വന്നു. എന്നിട്ട് ഇപ്പോൾ ടെറസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം മാമി ഇപ്പം തായിലുണ്ട്. അവനെ ഞങ്ങൾ ടെറസിൽ വന്നിട്ട് ഇപ്പം ടെറസിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പം മാമി മുകളിലുണ്ട്, ഞങ്ങൾ തായിൽ നിന്ന് ഇപ്പം ഡെക്കറേഷൻ വർക്ക് ചെയ്യാൻ പോകുന്നു. നമുക്കിപ്പോൾ അതൊക്കെ സംസാരിക്കാൻ പറ്റൂ, കാരണം മാമി കേൾക്കും ഗൈസ്. അപ്പം അലങ്കോലപ്പണി റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് 2 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒന്നിതാദിവനും ഒന്നിതേവളും ഗൈസ്. നമ്മൾ അപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പം ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. കുറേ ഗൂഗിളിലൊക്കെ നോക്കി ഒരു ഐഡിയ ഒക്കെ കണ്ട്, പക്ഷെ ഞങ്ങൾ അതുപോലെയൊന്നും ആക്കാൻ നമുക്ക് അങ്ങനെയൊന്നും ആക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും പിന്നെ എല്ലാ ബലൂണെല്ലാം ആടിയിടി ഒട്ടിച്ച് എന്തൊക്കെയോ ആക്കി വെച്ച് ഗൈസ്. അപ്പം ഫ്രൂട്ട്സ് കേക്കാണ് വാങ്ങിയത്. ഹാപ്പി ബർത്ത്ഡേ വിദ്യ എന്ന് ഇരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, അപ്പം മാമി ഇതായിരത്തി മാമി സർപ്രൈസ് ആയിട്ട് എന്നാ തോന്നുന്നു. മാമീൻ്റെ കണ്ണെല്ലാം കാണുമ്പോൾ നമുക്ക് സർപ്രൈസ് ആയ പോലെ ഉണ്ട്.
അപ്പം ഈ സാധനം ഈ ബർത്ത്ഡേ ഗേൾ സാധനത്തിന് എന്താ പറയുക എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അത് അമ്പുടൂന് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അവൻ കുറേ പിന്നെ സാധനത്തിന് ശേഷം അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഇട്ട് കൊടുത്തു. ഗൈസ്, അപ്പോൾ എല്ലാവരും നിങ്ങൾ കാത്തിരുന്ന അമ്പുടുവിൻ്റെ ഗിഫ്റ്റ് അങ്ങനെ ലാസ്റ്റ് അമ്പുട് കൊടുക്കലും മാമി ഇമോഷണലായി, അമ്പുട് ഇമോഷണലായി, മാമീൻ്റെ കണ്ണെല്ലാം നിറഞ്ഞ് നല്ല സംഭവമായി. അപ്പോൾ അമ്പുടു എന്താണ് നിനക്ക് ഭയങ്കര നാണാന്നല്ലോ അതിൽ? നാണായാലെന്നാ? അപ്പോൾ ഗൈസ് ഇതാ നിങ്ങളെല്ലാം കാത്തിരുന്ന അമ്പുടുവിൻ്റെ രഹസ്യമായിട്ടുള്ള ഗിഫ്റ്റ് പൊളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക നിങ്ങൾക്കെല്ലാം എന്താ തോന്നുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് എന്താ എന്നായിരിക്കും എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഗസ്റ്റ് അടിക്കലായിരുന്നു കേട്ടോ. ഇടുന്ന് ഇതായിരിക്കും അതായിരിക്കും എന്നല്ലോ. അപ്പം ഗൈസ് അമ്പുടെ ഗിഫ്റ്റ് അവിടെ ഒരു പേഴ്സ് കൊടുത്തു ഗൈസ്. പിന്നെ ഒരു ചൊട്ട കൊടുത്തു. ലൈക്ക് ചൊട്ട മീൻസ് ലൈക്ക് പൊട്ട്. നിങ്ങൾ പല ആൾക്കാർ പലതായിരിക്കല്ലേ പറയുക. അപ്പം ഞങ്ങൾ ചൊട്ട എന്നാണ് പറയാറ്. അപ്പം പൊട്ട് കൊടുത്തു. പിന്നെ മൂന്ന് ചെറിയൊരു ഇറുക്കിയും കൊടുത്തു അല്ലേ ഇവിടെ. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാമി ഇത് പ്രതീക്ഷിച്ചിനോ നമ്മൾ എന്തെങ്കിലും ചെയ്യും എന്നെല്ലാം ഇങ്ങനെ നമ്മളെ ഫുൾ ഗ്രാൻഡ് ആക്കുന്നല്ല എന്തെങ്കിലും പ്രതീക്ഷിച്ചിനാ? നിങ്ങൾ താഴേക്ക് വരണ്ടെന്ന് പറഞ്ഞപ്പോ കണക്കെന്തോ ഓടിയിട്ടുണ്ടായി. പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. എല്ലാവരും കേക്ക് കട്ട് ചെയ്യലുണ്ട്, അപ്പൊ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു രീതി പ്രതീക്ഷിച്ചില്ല. അതാണ് നമ്മളെ ഇത്. അപ്പൊ സന്തോഷായിനാ? സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പോൾ കുറേ ആള് ഗിഫ്റ്റ് എല്ലാം തന്നു. അമ്പുടുവിന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ് ഹൈലൈറ്റ്. മാമി കരഞ്ഞിന് ഗൈസ് അതില്. അപ്പൊ ബൈ ഗൈസ്.